രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാരായണീയമാണ്. ഇന്നത്തെ നാരായണീയം 7ാമത്തെ ശ്ലോകത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നാരായണീയം കിട്ടും, രാധയുടെ പ്രണയം കിട്ടും, അതേപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് കിട്ടുന്നുണ്ട്, അഷ്ടപതി ക്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വീഡിയോയ്ക്ക് ദൈർഘ്യമുള്ളതുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. നമ്മുടെ മാതാവ് രാധാറാണി കി ജയ്. നമ്മളെ സർവ്വപാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിച്ച് സർവ്വ ഐശ്വര്യവും നൽകുന്ന രാധാറാണി അമ്മ കി ജയ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാരായണീയം തുടങ്ങുകയാണ്. കല ടീച്ചറാണത് പാടിത്തരുന്നത്. വളരെ മനോഹരമായി പാടുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യവും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാനും ഗുരുവായൂർ അമ്പലത്തിലിരുന്ന് അഷ്ടപതി വായിക്കാനും രാധാറാണി വരുന്നുണ്ട്. അത് ഈ വീഡിയോ തുടരുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകും. അപ്പം നമ്മുടെ കല ടീച്ചർ പാടുകയാണ്, കേട്ടോളൂ. അതിനുശേഷം ഞാൻ ക്ലാസ് തുടങ്ങും. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ടാ ബഹുതരഭവ ഖേദാവഹ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവ മധ്യാഭിജാനേനോച്ചേജ്ജീവാഃ. കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം. നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുധാംഭോധിപൂരേരമേരൻ. അപ്പോൾ നമ്മുടെ ടീച്ചർ ഇത് സൂപ്പറായിട്ട് പാടി തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. കഷ്ടാതെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവ ഖേദാവഹ ജീവഭാജ. അടുത്ത വരി മിത്യേവം പൂർവമാലോചിത മജിതമയാ നൈവ മധ്യാഭിജാനേ നോ ചേ ജീവ കഥം വാ
മധുരതരമിതം ത്വദ്വ പുച്ഛിദ്ര സാർദ്രം. സാർദ്രം. എന്നിട്ട് അടുത്ത വരി നേത്രൈഹ ശ്രോത്രൈച പീത്വാ പരമരസ സുധാംഭോധി പൂരേ രമേരൻ. അർത്ഥം എഴുതിക്കോ. കഷ്ടാതെ. അർത്ഥം കഷ്ടം തന്നെ നിന്തിരുവടിയുടെ. നിന്തിരുവടി ഗുരുവായൂരപ്പൻ. വേണമെങ്കിൽ അങ്ങനെ എഴുതിക്കോ. കഷ്ടാതെ കഷ്ടം തന്നെ ഗുരുവായൂരപ്പൻ്റെ. അടുത്തത് സൃഷ്ടിചേഷ്ട. അർത്ഥം എഴുത്. സൃഷ്ടികർമ്മം. ചേഷ്ടാകർമ്മം. സൃഷ്ടിചേഷ്ട സൃഷ്ടികർമ്മം. ബഹുതര പലതരത്തിലുള്ള. ബഹുപല ബഹുതര പലതരത്തിലുള്ള. അടുത്തത് ഭവഖേദാവഹ. ഭവഖേദാവഹ സംസാര ദുഃഖത്തെ ഉണ്ടാക്കുന്നു. എഴുതിക്കോ. സംസാര ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ജീവഭാജ. ജീവഭാജ ജീവികൾക്ക്. അർത്ഥം എഴുതിക്കോണേ. ജീവഭാജ ജീവികൾക്ക്. മിത്യേവം. മിത്യേവം എന്നത്രേ. മിത്യേവം എന്നത്രേ. പൂർവമാലോചിതം. പൂർവമാലോചിതം മുൻപ് കരുതിയിരുന്നത്. മുൻപ് കരുതിയിരുന്നത്. അജിത. അജിത എന്ന് പറഞ്ഞാൽ എപ്പോഴും ജയിക്കുന്നവൻ. അതായത് ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തവൻ എന്നാണ് അർത്ഥം. ഒരു മനുഷ്യർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തവൻ. മനസ്സിലായില്ലേ? അജിത. അടുത്തത് അപ്പോൾ അജിതയുടെ അർത്ഥം എന്താണ്? ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തവൻ, അല്ലെങ്കിൽ എപ്പോഴും ജയിക്കുന്നവൻ. രണ്ടും എഴുതിക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്. മയ. മയ എന്നാൽ. 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 നൈവമദ്യാഭിജാനേ. നൈവമദ്യാഭിജാനേ. അർത്ഥം അങ്ങനെയല്ല ഇപ്പോൾ കരുതുന്നത്. അങ്ങനെയല്ല ഇപ്പോൾ കരുതുന്നത്. നൈവം അദ്യാഭിജാനെ പിരിച്ചെഴുതിയ ന അധികം ഏവമാണ് നൈവം. അദ്യ അധികം അഭിജാനെയാണ് മദ്യാഭിജാനെ. അടുത്തത് നോ ചേ ജീവ. നോ ചേ ജീവ ഇല്ലെങ്കിൽ ജീവികൾ. അർത്ഥം ഇല്ലെങ്കിൽ ജീവികൾ. നോ ചേ ജീവ പിരിച്ചെഴുതിയ നോ അധികം ചേത് അധികം ജീവ ഇല്ല. ഈ സംസ്കൃതത്തിൽ നിന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് പലതും പല വാക്കുകളും രൂപം കൊണ്ടിട്ടുള്ളത് നോയൊക്കെ. അടുത്തത് കഥം വ. കഥം വ എങ്ങനെയാണ്. കഥം വ അർത്ഥം എങ്ങനെയാണ്. മധുരതരമിതം അർത്ഥം അത്യന്തം മധുരവും. അത്യന്തം മധുരവും. അടുത്തത് തത്വപുച്ഛിദ്ര. ത്വത്വ. തത്വമല്ല, ത്വദ്വപുച്ഛിദ്ര സാർദ്രം. അതാ അതിൻ്റെ അർത്ഥം. അർത്ഥം എഴുതിക്കോ. മനസ്സും രസവും. രസം എന്ന് പറഞ്ഞാൽ പരമാനന്ദ രസം. പരമാനന്ദം. മനസ്സും രസവും കൊണ്ട് കരുണാമയമായ നിന്തിരുവടിയുടെ ശരീരത്തെ. അത്രയും എഴുതണം അർത്ഥം. ത്വദ്വപുച്ഛിദ്ര സാർദ്രം. അർത്ഥം എഴുതുന്നത് മനസ്സും പരമാനന്ദവും കൊണ്ട് കരുണാമയമായി തീർന്ന നിന്തിരുവടിയുടെ ശരീരത്തെ, അതായത് ഗുരുവായൂരപ്പൻ. ആ വാക്കിനെ പിരിച്ചെഴുതുമ്പോൾ ത്വത് അധികം വപു, അതാണ് ത്വദ്വപു എന്ന് പറയുന്നത്. ചിത്രസ. മനസ്സിലല്ലേ? ചിത്രസ അധികം ആർദ്രം ചേർത്തെഴുതുമ്പോൾ ചിദ്രസാർദ്ധം. അപ്പൊ ത്വദ്വപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്തിരുവടിയുടെ ശരീരത്തെ എന്നാണ് അർത്ഥം. ചിദ്രസം. ചിദ്രസം എന്ന് പറഞ്ഞാൽ മനസ്സും പരമാനന്ദവും കൊണ്ട്. അപ്പൊ ത്വദ്വപു ചിദ്രസാർദ്രം മനസ്സും പരമാനന്ദവും കൊണ്ട് കരുണാമയമായി തീർന്ന നിന്തിരുവടിയുടെ ശരീരത്തെ. നേത്രൈ കണ്ണുകൾ കൊണ്ടും. നേത്രൈ കണ്ണുകൾ കൊണ്ടും. ശ്രോത്രൈച്ച ചെവികൾ കൊണ്ടും. ശ്രോത്രൈച്ച ചെവികൾ കൊണ്ടും. പീത്വ പാനം ചെയ്തിട്ട്. പാനം ചെയ്യുക, കോരി കുടിച്ചിട്ട്. പരമരസ പരമാനന്ദമാകുന്ന. സുധാംഭോധി. സുധ അമൃത്. അംഭോധി സമുദ്രത്തിൻ്റെ. പിരിച്ചെഴുതിക്കോ. പരമരസ പരമാനന്ദമാകുന്ന. സുധ അംബോധി. സുധ അമൃത്. അംബോധി സമുദ്രത്തിൻ്റെ. ഇനി ചേർത്തെഴുത്. സുധാംബോധി അമൃത സമുദ്രത്തിൻ്റെ. പിടികിട്ടിയല്ലേ? ആദ്യം സുധാ സമം അമൃത്, അംബോധി സമം സമുദ്രത്തിൻ്റെ.
അതിനുശേഷം സുധാംബോധി സമം അമൃത സമുദ്രത്തിൻ്റെ പൂരേ പൂരേ സമം തിരകളിൽ അപ്പോൾ പരമരസ സുധാംബോധി പൂരേ പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിൻ്റെ തിരകളിൽ രമേരൻ രമിക്കുന്നു ആഹ്ലാദിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇത് പറഞ്ഞിരിക്കുന്നതിൻ്റെ മൊത്തം അർത്ഥം ഒന്ന് ചുരുക്കി പറയാം. അതിനുശേഷം ഞാൻ ഓരോ വരിയും എടുത്ത് പറഞ്ഞു തരാം. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം, ഭഗവാനെ അങ്ങ് സൃഷ്ടി നടത്തിയത് വലിയ കഷ്ടമായി പോയി. കാരണം സൃഷ്ടി നടത്തിയത് കൊണ്ട് ജീവജാലങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, അങ്ങും അവതാരമെടുത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു വിചാരമായിരുന്നു ഭട്ടതിരിപ്പാടായ എനിക്ക് മുൻപ് ഉണ്ടായിരുന്നത്. എന്നാൽ അജ്ഞത നീങ്ങിയപ്പോൾ എനിക്കത് മാറി. അങ്ങ് സൃഷ്ടി നടത്തിയത് നന്നായി. അങ്ങ് സൃഷ്ടി നടത്തിയത് കൊണ്ടാണല്ലോ സാക്ഷാൽ പരമാനന്ദം കരുണാമയമായ രൂപം കൊണ്ട് ഗുരുവായൂർ ശ്രീകോവിലകത്ത് നിന്നങ്ങനെ വിലസുന്ന അമൃതക്കടലായ ഭഗവാനെ കണ്ണുകൾ കൊണ്ട് കാണാൻ എനിക്ക് സാധിച്ചത്. ഇതാണ് അതിൻ്റെ സാരം. പിന്നെ ഭട്ടതിരിപ്പാടിൻ്റെ വരികളെ നമ്മളങ്ങോട്ട് ഓരോ വരിയായിട്ട് എടുത്തു പറഞ്ഞാൽ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഭഗവാനെ, അങ്ങയുടെ സൃഷ്ടികർമ്മം പ്രാണികൾക്ക് പലതരം സംസാര ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് മുൻപ് ഞാൻ കരുതിയിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല കരുതുന്നത്. സൃഷ്ടികർമ്മത്തിൽ അങ്ങ് ഏർപ്പെട്ടിരുന്നില്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവികൾ പരമാനന്ദരസം കരകവിഞ്ഞൊഴുകുന്നതും അതിമനോഹരവുമായ ഗുരുവായൂരപ്പൻ്റെ ദിവ്യരൂപം കണ്ണുകൾ കൊണ്ട് കാണുകയും ആ കഥകൾ ചെവികൾ കൊണ്ട് കേൾക്കുകയും ചെയ്ത് പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിൽ എങ്ങനെ ആറാടുമായിരുന്നു എന്നാണ് തനിത്തർജിമ. അതുകൊണ്ട് അങ്ങ് സൃഷ്ടി നടത്തിയത് നന്നായി. ആദ്യം ഞാൻ കരുതിയത് സൃഷ്ടി നടത്തിയത് കഷ്ടമായി പോയി, കാരണം ഞങ്ങളൊക്കെ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. ഇതാണ് മൊത്തത്തിലർത്ഥം. ഇനി നമുക്ക് ഓരോ വരിയായിട്ട് നമുക്കെടുക്കാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ വരിയുടെ അർത്ഥം എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഇനി നമ്മൾ ഒന്നാമത്തെ വരി ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോണം. ആദ്യത്തെ വരി കഷ്ടാത്തേ. കഷ്ടാത്തേ എന്ന് പറഞ്ഞാൽ നിന്തിരുവടി ഗുരുവായൂരപ്പൻ. അല്ലയോ ഗുരുവായൂരപ്പ, ഇത് കഷ്ടമായി പോയി. ഏത് കഷ്ടമായി പോയി? സൃഷ്ടി ചേഷ്ടാകർമ്മം. അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയത് വളരെ കഷ്ടമായി പോയി. അങ്ങ് ഈ ഭൂമിയിൽ മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു. അപ്പം അത് വളരെ കഷ്ടമായി പോയി എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പോൾ ആ വരി നല്ലപോലെ പഠിച്ചോണ്ടേ. കഷ്ടാത്തേ, അല്ലയോ ഗുരുവായൂരപ്പ, തേ ഗുരുവായൂരപ്പൻ, കഷ്ടം തന്നെ. സൃഷ്ടിചേഷ്ട, അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയത്. ബഹുതര, പലതരത്തിലുള്ള, ആ സൃഷ്ടികർമ്മം നടത്തിയത് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഭവഖേദാവഹ സംസാര ദുഃഖത്തെ ഉണ്ടാക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയതോടുകൂടി ഈ സൃഷ്ടിച്ച ജീവികൾക്ക് പലതരത്തിലുള്ള സംസാര ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ആർക്കെന്ന് അടുത്ത ഇതിൽ പറയാ, ജീവഭാജ, ജീവികൾക്കുണ്ടാകുന്നു. അതായത് ആദ്യത്തെ വരിയിലൂടെ ഭട്ടതിരിപ്പാട് തനിക്ക് വാതരോഗമൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, എനിക്ക് ആദ്യമുണ്ടായിരുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഭഗവാനെ അങ്ങ് സൃഷ്ടികർമ്മം നടത്തി. ആ സൃഷ്ടികർമ്മം നടത്തിയതോടുകൂടി അങ്ങ് സൃഷ്ടിച്ച ജീവജാലങ്ങൾ മുഴുവനും സംസാര ദുഃഖത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയത് ശരിയായില്ല.
അങ്ങനെ സൃഷ്ടികർമ്മം നടത്തിയത് കഷ്ടമായി പോയി എന്നൊരു ധാരണ ഭട്ടതിരിപ്പാടിന് ഈ വാതരോഗമൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം. ഭഗവാനെ, അങ്ങ് സൃഷ്ടികർമ്മം നടത്തി, അത് വളരെ കഷ്ടമായി പോയി. അങ്ങ് സൃഷ്ടിച്ച മനുഷ്യരുണ്ടല്ലോ, അവർ പല പല സംസാര ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുന്നു. അവർക്ക് സന്തോഷം എന്നത് കിട്ടുന്നില്ല. അതായത് അങ്ങ് സൃഷ്ടിച്ച മനുഷ്യർക്ക് ധനമില്ലാത്ത ദുഃഖം. നാളെ വീട് ജപ്തി ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വീട് കെട്ടാൻ പണമില്ല, എന്തിനും പൊക്കള ട്യൂഷന് പോകാൻ പണമില്ല. പിന്നെ രോഗം വന്നുള്ള ദുഃഖം, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിച്ചു പോകുന്നതിൻ്റെ ദുഃഖം, നമ്മൾ ഓരോ അപകടങ്ങളിൽ, വാഹന അപകടങ്ങളിൽ ചെന്ന് പെടുന്നു, കുളിമുറിയിൽ കാല് തെന്നി വീഴുന്നു, അങ്ങനത്തെ ദുഃഖം. ദാമ്പത്യത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മ, പരസ്പരം ഭാര്യാഭർത്താക്കന്മാർ ചതിക്കുന്നു. സത്യത്തിൽ ഭൂമിയിൽ അങ്ങ് കുറേ ജീവികളെ സൃഷ്ടിച്ചു. ഇവിടെ ആർക്കും ആരോടും സ്നേഹമില്ല. പക്ഷേ എല്ലാവരും തങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്ന് കരുതുന്നു. അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ആർക്കും ആരോടും സ്നേഹമില്ല, പക്ഷേ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു എന്ന് കരുതുന്നു. അമ്മയും മക്കളും, മനസ്സിലായില്ലേ? അമ്മയും മക്കളും, അവരും മക്കളുടെ ഇതിനെ നിങ്ങളൊന്ന് എതിർത്ത് നോക്കിക്കഴിഞ്ഞാൽ മക്കൾ ഉടനെ നിങ്ങളടുത്ത് തിരിയുന്നത് കാണാം. അതുവരെ നമ്മൾ വിചാരിക്കും മക്കൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണെന്ന്. പിന്നെ ഭാര്യാഭർത്തൃബന്ധം, എല്ലാവരും പരസ്പരം ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത്. അപ്പം ധനം കൊണ്ട് ദുഃഖം, രോഗം കൊണ്ട് ദുഃഖം, സ്നേഹം കിട്ടാത്തത് കൊണ്ട് ദുഃഖം, അപകടം കൊണ്ട് ദുഃഖം, മരണം കൊണ്ട് ദുഃഖം, പരസ്പരം എല്ലാവരും ചതിക്കുന്നു. മനസ്സിലായ? ആർക്കും ആരെയും ഒരു വിശ്വാസമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. ഭർത്താവ് ഓഫീസിലേക്ക് പോകുന്നു എന്നും പറഞ്ഞ് ഇറങ്ങി കാമുകിയുടെ വീട്ടിൽ പോയി. കാമുകിയുമായി അങ്ങനെ രസിച്ചിരിക്കുമ്പം കാണാം ഭാര്യയുടെ ഫോൺ വരുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു മിണ്ടരുതേ എന്നും പറഞ്ഞ് ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു, ചേട്ടാ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരത്തില്ലേ? ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ഇന്ന് കിട്ടിയത്, അത് ഞാനിവിടെ കറി വെച്ചിട്ടുണ്ട്. ഉടനെ അയാൾ, അയ്യോ പൊന്നേ, എനിക്കിന്ന് ഓഫീസിൽ ഇൻസ്പെക്ഷൻ ഉണ്ട് കേട്ടോ, എനിക്ക് വരാൻ പറ്റത്തില്ല. ഭാര്യ പറഞ്ഞു, അയ്യോ അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള മീൻകറിയല്ലേ, ഞാൻ അതിനു വേണ്ടിയല്ലേ വെച്ചത്. ഒരു ഇച്ചിരി നേരം ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി വന്നോടെ. അപ്പോൾ കാമുകിയെ ഒന്നും കൂടെ തന്നോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, പറ്റില്ല, ഞാനിവിടെ അത്യാവശ്യമായ ഒരു ഫയല് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ചേട്ടാ, ഞാൻ എന്തായാലും കഷ്ടപ്പെട്ട് വെച്ചു, ചേട്ടൻ കഴിച്ചാലേ എനിക്ക് ആനന്ദം വരുത്തുള്ളൂ, ഞാൻ അതുകൊണ്ട് ഈ കറി ചേട്ടൻ്റെ ഓഫീസിൽ കൊണ്ടുതരാം. അയാൾ പറഞ്ഞു, യു വേണ്ട, കാരണം ഇയാൾ ഓഫീസിൽ ഇല്ലല്ലോ. അത് വേണ്ട, ഓഫീസിലോട്ടൊന്നും ഇന്ന് വന്നുകൂടാ, അവിടെ മൊത്തം ഇൻസ്പെക്ഷനാണ്, ആരെയും നമ്മൾ അകത്തോട്ട് കയറ്റി വിടത്തില്ല. അയ്യോ പിന്നെന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു, സാരമില്ല കണ്ണാ, ഞാൻ വൈകുന്നേരം വരും. വൈകുന്നേരം എപ്പം വരും ചേട്ടാ? അത് ഞാനൊരു 6 മണിയാകും. അയ്യോ ഇന്ന് നമ്മൾ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞതല്ലേ? ഭർത്താവ്, അയ്യോ അങ്ങനെ പറഞ്ഞായിരുന്നില്ലേ? അതേ, ഇൻസ്പെക്ഷൻ വന്നാൽ എങ്ങനെ വരാൻ പറ്റും? എന്നിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് നാളെ പോകാം, ഇന്ന് ഞാൻ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പം വരാം കേട്ടോ. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പോൾ വെക്കട്ടെ മുത്തേ? ആ വെച്ചേരേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കൊരു ഉമ്മ കൊടുത്തു. ഇയാൾ ഒരു ഉമ്മ കൊടുത്തു. ആ പാവം പെണ്ണ് ഫോൺ അങ്ങ് വെച്ചു കഴിഞ്ഞ ഉടനെ ഈ ഭർത്താവ് പറഞ്ഞു, പൊട്ടിയ ഇവളെ എളുപ്പത്തിൽ പറ്റിക്കാം. ഞാൻ പറഞ്ഞത് മുഴുവനും ആര് വിശ്വസിച്ചു? ഇവള് വിശ്വസിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ഫോൺ താഴെ വെച്ചിട്ട് അവിടെ ഭാര്യ അടുത്തിരുന്ന കാമുകൻ്റെ അടുത്ത്, പേടിക്കണ്ട കേട്ടാ, അങ്ങേരെ ഉച്ചയ്ക്കൊന്നും വരുത്തില്ല, അങ്ങേരെ 6 മണി കഴിഞ്ഞേ വരുത്തുള്ളൂ, അത്രയും നേരം നമുക്കിരിക്കാം. പൊട്ടനാ അയാള്. എങ്ങനുണ്ട്? ഇതാണ് മനുഷ്യലോകം എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യലോകം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു കാര്യത്തിലും നമുക്കൊരു സന്തോഷമില്ല. ഇപ്പോൾ ഖലീൽ ജിബ്രാൻ്റെ ഒരു കഥയുണ്ട്. ഖലീൽ ജിബ്രാൻ്റെ ഒരു കഥ അനുസരിച്ച് ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി നഗരത്തിലെ ഒരു ഉത്സവപ്പറമ്പിലേക്ക് വന്നു.
ആ ഉത്സവപ്പറമ്പിൽ വന്നപ്പോൾ യുവാക്കളെല്ലാം അവളുടെ നാല് ചുറ്റും കൂടി അവൾക്ക് ചുറ്റും നൃത്തം ചവിട്ടി. ഓരോരുത്തർ കേക്ക് കൊണ്ടുവന്ന് മുറിച്ചു. കാരണം ഇവൾ അതിസുന്ദരിയാണ്. 1-2 പേര് ഇവളെ ചുംബിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവൾ അവസാനം പറഞ്ഞു കടന്നു പോകുമെന്നും പറഞ്ഞു ഒരുത്തൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇത് എന്തൊരു മനുഷ്യരാണ്, ഇങ്ങനെയാണോ സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത കണക്ക്, ഇങ്ങനെയാണോ വരുന്നത്? അവൾ ആകെ അസ്വസ്ഥയായിരുന്നു. അന്ന് അവൾ തിരിച്ചുപോയി. അടുത്ത വർഷം ഇതേ ഉത്സവത്തിന് അവൾ വീണ്ടും വന്നു. ഇതേ ഉത്സവത്തിന് അവൾ വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഈ യുവാക്കൾ ആരും അടുത്തില്ല. കാരണം കഴിഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പോൾ യുവതി കണ്ട ഇതെന്തൊരു മനുഷ്യരാണ് ഈ യുവാക്കൾ, സുന്ദരിയായ ഒരു യുവതി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് അടുത്ത് വന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചുകൂടെ? കണ്ട അതിൻ്റെ പേര് വിഷമം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ അങ്ങ് സൃഷ്ടിച്ച മനുഷ്യർക്ക് ഒന്നുകൊണ്ടും സന്തോഷമില്ല. ധനമില്ലാത്ത ദുഃഖം, രോഗം വരുന്ന ദുഃഖം, പരസ്പരം ചതിക്കുന്നു, ഒന്നിലും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരെ ഇങ്ങനെ സൃഷ്ടിച്ച് സംസാര ദുഃഖത്തിലിട്ടത് കഷ്ടമായി പോയി ഭഗവാനെ. ഇതാണ് ആദ്യത്തെ വരിയിൽ പട്ടതിരിപ്പാട് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് വാതരോഗം വരുന്നതിന് മുമ്പുള്ള കാഴ്ചപ്പാടായിരുന്നു. അടുത്ത വരിയിലൂടെ ആ കാഴ്ചപ്പാട് മാറി അതിൻ്റെ കാരണം എന്താണെന്നാണ് പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം. രണ്ടാമത്തെ വരി കേട്ടോളണം. മിഥ്യേവം. മിഥ്യേവം എന്ന് പറഞ്ഞാൽ എന്നത്രേ. എന്താ ഇവിടെ എന്നത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ വരി പറഞ്ഞത് സൃഷ്ടികർമ്മം നടത്തിയത് കഷ്ടമായി പോയി, ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിനെയാണ്. മിഥ്യേവം എന്നത്രേ പൂർവമാലോചിത. പൂർവം മുമ്പ്, ഞാൻ മുമ്പ് കരുതിയിരുന്നത് അങ്ങനെയായിരുന്നു. എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ വരിയിൽ പറഞ്ഞത് ഭഗവാൻ സൃഷ്ടികർമ്മം നടത്തിയത് കഷ്ടമായി പോയി, ഞങ്ങൾ പലതരം സംസാര ദുഃഖങ്ങളിൽ ഏർപ്പെടുന്നു. ഇനി ഭഗവാനെ അഭിസംബോധന ചെയ്യുകയാണ്. അജിത, ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തവനെ, അജയ്യനായിട്ടുള്ളവനെ. മയ എന്നാൽ നൈവമധ്യാഭിജാനേ. നൈവം അങ്ങനെയല്ല, അതായത് ന ഏവം. ന ഏവം എന്നത് ചേർത്ത് എഴുതുമ്പം നൈവം അങ്ങനെയല്ല. അദ്യാഭിജാനേ, മനസ്സിലായ? അദ്യ അധികം അഭിജാനേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരുതുന്നത്. എന്നാൽ ഭഗവാനെ ഒന്നാം വരിയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അങ്ങനെയല്ല ഞാൻ പക്ഷേ ഇപ്പോൾ കരുതുന്നത്. എൻ്റെ ആ അഭിപ്രായം തെറ്റായിരുന്നു. അതായത് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരുന്നത് ഭഗവാൻ സൃഷ്ടികർമ്മം നടത്തിയത് കഷ്ടമായിപ്പോയി. കാരണം അങ്ങ് ആരെയൊക്കെ സൃഷ്ടിച്ചുവോ അവരെല്ലാം സംസാര ദുഃഖത്തിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി അവതാരമെടുക്കുന്ന അങ്ങും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അല്പം കഷ്ടമായി പോയി സൃഷ്ടികർമ്മം നടത്തിയത് എന്ന് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞു. എന്നാൽ എൻ്റെ ആ വിചാരം തെറ്റായിരുന്നു എന്ന് എനിക്ക് അജ്ഞാനം നീങ്ങിയപ്പോൾ മനസ്സിലായി ഭഗവാനെ എന്നാണ് രണ്ടാമത്തെ വരി പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും എല്ലാം അങ്ങനെയാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന പലതും ചിലപ്പോൾ തെറ്റായിരിക്കും. നമുക്ക് തെറ്റെന്ന് തോന്നുന്ന പലതും ചിലപ്പോൾ ശരിയായിരിക്കും. നമ്മൾ സത്യമെന്ന് കരുതുന്ന പലതും അസത്യമായിരിക്കും. അസത്യമെന്ന് കരുതുന്ന പലതും എന്തായിരിക്കും? സത്യമായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, സത്യം വളരെ സൂക്ഷ്മമാണ്. പല കാര്യങ്ങളും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനും അപ്പുറമാണ്. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കേ, നമ്മൾ കണ്ണുകൊണ്ട് പലതും കാണുന്നു. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു. ചില മനുഷ്യർ രോഗം വന്ന് കഷ്ടപ്പെടുന്നത് കണ്ണുകൊണ്ട് കാണുന്നു. ചില മനുഷ്യർ ദരിദ്രരായി കിടന്ന് പാടുപെടുന്നത് കണ്ണുകൊണ്ട് കാണുന്നു. മനസ്സിലായ? അതേ കണക്ക് തന്നെ ചിലർ പരസ്പരം ചതിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു. പക്ഷേ ഈ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ സത്യമാണെന്ന് കരുതരുത്. സത്യം അതിനും അപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നു. ഭഗവാൻ ആദ്യം സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ ഇവിടെ എല്ലാവരെയും
ഒരേ കണക്ക് ധനം കൊടുത്ത്, ഒരേ കണക്ക് സൗന്ദര്യം കൊടുത്ത്, ഒരേ കണക്ക് ആരോഗ്യം കൊടുത്ത്, ഒരേപോലെ ബുദ്ധി കൊടുത്ത് ഭഗവാൻ എല്ലാവരെയും സൃഷ്ടിച്ചു. ശ്രദ്ധിച്ചു കേട്ടോളണം. ഒരേ കണക്കാണ്, ഒരേ സൗന്ദര്യം, എല്ലാവരും ഒരേ സൗന്ദര്യമുള്ളവർ, ഒരേ ബുദ്ധിയുള്ളവർ, ഒരേ ധനമുള്ളവരായിരുന്നു. പക്ഷേ അങ്ങനെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ചിലർക്ക് ആർത്തി മൂത്ത് ഒരുത്തനെ കൊല്ലാൻ തുടങ്ങി, ഒരുത്തനെ പരിഹസിക്കാൻ തുടങ്ങി, അവൻ്റെത് പിടിച്ചു പറിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ ആയുസ് കഴിഞ്ഞ് അടുത്ത ജന്മം വരുമ്പോൾ ഇല്ല, കിട്ടിയതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കണ്ടേ? ആ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പറയുന്നു, ഒരു സാധു പെൺകുട്ടിയെ അല്ലേ ട്രെയിനിൽ നിന്നൊക്കെ തള്ളിയിട്ട് കൊന്നു എന്ന കേസിൽ കഴിയുന്ന ഗോവിന്ദച്ചാമി, നമുക്ക് ആർക്കും അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഗോവിന്ദച്ചാമിയെ. ആ ഗോവിന്ദച്ചാമി മരിച്ചു എന്ന് കരുതുക. അതിനുശേഷം അയാൾ അടുത്ത ജന്മം എടുക്കുമ്പോൾ എന്തു ചെയ്യും? തെരുവിലൊക്കെ കിടന്ന് കഷ്ടപ്പെടും. അപ്പം നമ്മൾ ഒറ്റയടിക്ക് നോക്കിയിട്ട് നമ്മൾ എന്താ പറയുന്നത്? കണ്ടില്ലേ, ആ കൊച്ചു കുഞ്ഞ് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട, എന്ത് ചെയ്തിട്ടാണ് ഈ കുഞ്ഞ് കഷ്ടപ്പെട്ടത്? നിങ്ങൾ ഈ കുഞ്ഞിനെ കാണുന്നുള്ളൂ. ഈ കുഞ്ഞിന് പിമ്പിലൊരു കഥയുണ്ട്. ഇവൻ കുഞ്ഞാകുന്നതിന് മുമ്പ് ഒരു വലിയവനായിരുന്നു. ഞാൻ പറഞ്ഞ പിടികിട്ടിയ. അപ്പോൾ ഗോവിന്ദച്ചാമി മരിച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു തെരുവിൽ കഷ്ടപ്പെടുന്ന കുട്ടിയായി കിടന്ന് അലയും. അന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് അലയുന്ന കുട്ടിയെയാണ്. അപ്പം നിങ്ങളുടനെ എന്താ പറയും? കണ്ടില്ലേ, ഈ കൊച്ചു കുഞ്ഞ് എന്താ പിഴച്ച്, ഈ കൊച്ചു കുഞ്ഞ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്, പക്ഷേ സത്യം അതിനും അപ്പുറമാണ്. പിടികിട്ടിയല്ലോ. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്, ഭഗവാനെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ആളുകൾ സത്യം കിടന്ന് കഷ്ടപ്പെടുന്നു. പക്ഷേ ആ കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്തെന്ന് ഞാൻ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയത് നന്നായി. അപ്പം സത്യം പലപ്പോഴും കണ്ണുകൊണ്ട് കാണുന്നതിനും അപ്പുറമായിരിക്കും. ചിലർ പറയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന്. ഒരു ഗ്രാമത്തിൽ ഭയങ്കരമായ വരൾച്ച വന്നു. ആ വരൾച്ച വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒരു വലിയ കുന്നുണ്ട്, കുന്നിൻ്റെ അപ്പുറത്തേക്ക് യാത്രയായി. അവിടെ അല്പം നീരുറവുണ്ട്. അങ്ങനെ ഒരു പെണ്ണും അവളുടെ അച്ഛനും അവൾ പ്രസവമൊക്കെ കഴിഞ്ഞൊരു കൈക്കുഞ്ഞുമൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പം ഒരു കുന്നിൻ്റെ ഏതാണ്ട് മുകൾ ഭാഗം എത്താറായപ്പോഴത്തേക്ക് ഈ പിതാവങ്ങ് തളർന്നു, ചുണ്ടു വരണ്ടു, ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ ഇപ്പം മരിക്കുമെന്ന അവസ്ഥയിലായി ആ പിതാവ്. ഇവളുടെ പിതാവാണ്, സ്വന്തം അച്ഛനാണ്. അപ്പോൾ പറഞ്ഞു, വെള്ളം വെള്ളം വെള്ളം, ഞാൻ മരിച്ചു പോവുകയേ, എനിക്ക് വെള്ളം വേണേന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ മകൾ ഒന്നും ആലോചിച്ചില്ല. അവൾ എന്ത് ചെയ്തു? ആ മനുഷ്യനെ തൻ്റെ നെഞ്ചോട് ചേർത്തിട്ട് മുലപ്പാല് കൊടുത്തു. അത് കൊടുത്ത് എന്തിനു വേണ്ടിയാണ്? ജീവൻ രക്ഷിക്കാൻ. പക്ഷെ പുറമെ നിന്ന് വന്ന ആൾക്കാർ നോക്കിയപ്പോൾ കാണാം, കണ്ടില്ലേ, വൃത്തികെട്ടവൻ സ്വന്തം മകളുടെ മുലപ്പാല് കുടിക്കുന്നു. അവർ വന്ന് തല്ലി അങ്ങ് കൊന്നു. അപ്പം അവർ കണ്ണുകൊണ്ട് കണ്ടു. അവരുടെ കണ്ടത് ഇത് തന്നെയാണ്. ആ കണ്ടത് സത്യമാണ്. പക്ഷേ സത്യം കണ്ടതിനും അപ്പുറത്തേക്കാണ്. അപ്പം അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്, ഭഗവാനെ, അങ്ങ് സൃഷ്ടികർമ്മങ്ങൾ നടത്തി, എല്ലാവരെയും തുല്യരായിട്ട് സൃഷ്ടിച്ചു. ഓരോരുത്തരും അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അടുത്ത ജന്മത്ത് രോഗങ്ങളും ധനമില്ലായ്മയും സൗന്ദര്യമില്ലായ്മയും ഒക്കെ എരന്നു വാങ്ങിയതാണ്. അത് മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ സംസാര ദുഃഖത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നു. ഇതിനു വേണ്ടി എന്തിനാണ് അങ്ങ് സൃഷ്ടി നടത്തിയത്? പക്ഷേ ഭഗവാനെ, കണ്ണുകൊണ്ട് കാണുന്നതിനും അപ്പുറമാണ് സത്യം. ഇപ്പം ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റിയിരിക്കുന്നു എന്നാണ് ഭഗവാൻ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കടക്കാം. കേട്ടോളൂ. നോ ചേ ജീവ, ഇല്ലെങ്കിൽ ജീവികൾ. എന്തില്ലെങ്കിൽ? ഭഗവാൻ സ്വയം ഗുരുവായൂരപ്പൻ്റെ രൂപം പൂണ്ട് സൃഷ്ടികർമ്മം നടത്തിയില്ലായിരുന്നു എങ്കിൽ ജീവികൾ കഥം വാ, എങ്ങനെയാണ്? മധുരതരമിതം, അത്യന്തം മനോഹരമായ ത്വദ്വപു. ത്വദ്വപു എന്ന് പറഞ്ഞാൽ ത്വത് അധികം വപു, അങ്ങയുടെ ശരീരം. എങ്ങനത്തെ ശരീരം? ഛിദ്രസാർദ്രം, പരമാനന്ദ രസം കൊണ്ട് അടിമുടി കരുണ നിറഞ്ഞ ഈ ശരീരം ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമായിരുന്നു? അതുകൊണ്ട് ഭഗവാനെ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പിൻവലിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയത് കഷ്ടമായിപ്പോയി, തെറ്റായിപ്പോയി. അതുകൊണ്ട് ഞങ്ങളൊക്കെ സംസാര ദുഃഖത്തിൽ കഷ്ടപ്പെട്ടു.
കഷ്ടപ്പെടുന്നു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റിയിരിക്കുന്നു. അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയില്ലായിരുന്നു എങ്കിൽ പരബ്രഹ്മമായ അങ്ങയുടെ ബാലഗോപാല രൂപം ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധിക്കുമായിരുന്നു? അങ്ങനെ അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയത് കൊണ്ടാണ് ഭട്ടതിരിപ്പാടും നമ്മളും ഒക്കെ ഉണ്ടായതും ഗുരുവായൂരപ്പൻ്റെ ബാലഗോപാല വിഗ്രഹം കാണാൻ സാധിച്ചതും. അതുകൊണ്ട് അങ്ങ് സൃഷ്ടി നടത്തിയത് നന്നായി. ഇല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൽ ലയിച്ചിങ്ങനെ കിടക്കത്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബ്രഹ്മത്തിൻ്റെ ശക്തി എന്തെന്ന് അതിൽ ലയിച്ചു കിടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഭഗവാൻ ഒരു രൂപം കൊണ്ട് വന്നപ്പോഴാണ് നമുക്ക് ആ ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ ശക്തി സ്വരൂപം കാണാൻ പറ്റിയത്. പിന്നെ ഭട്ടതിരിപ്പാട് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഈ ലോകത്തെ ആളുകൾ കഷ്ടപ്പെടുന്നു. അത് ഗുരുവായൂരപ്പൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആരാണോ ധർമ്മം അനുഷ്ഠിക്കുന്നത് അവൻ ഒരിക്കലും ദുഃഖിക്കപ്പെടേണ്ടി വരില്ല. യാതൊരു സംശയവും വേണ്ട. എൻ്റെ ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ദുഃഖിക്കുന്നു എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പലപ്പോഴായിട്ട് അധർമ്മം ചെയ്യുന്നു. നിങ്ങൾ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നിന്ന് മാറി നടക്കുന്നത് കൊണ്ടാണ് വിഷമം. നിങ്ങൾ യഥാർത്ഥ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നടന്നാൽ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എന്ന് കൃഷ്ണൻ ആണയിട്ട് പറയുന്നു. അവൻ ഏത് ആപത്തിനെയും അവൻ അതിജീവിക്കും, ധർമ്മമാർഗത്തിൽ നടക്കുന്നവൻ. അതായത് കൃഷ്ണൻ മധുരയിലെ ജനങ്ങളോട് പറയുന്നു, കൃഷ്ണ നീ ഇല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കൃഷ്ണനല്ല, ധർമ്മം. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. യഥോ ധർമ്മസ്തതോ ജയ. അപ്പം ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിൽ ദുഃഖിക്കുന്നെങ്കിലും നിങ്ങൾ ധർമ്മമാർഗത്തിൽ നിന്ന് മാറി നടക്കുന്നത് കൊണ്ടാണ്. എന്താണ് ധർമ്മം? ധർമ്മമാണ് ദൈവമെന്ന് ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എന്താണ് ധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്, പ്രവർത്തികൾ ചെയ്യരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്, പ്രവർത്തികൾ ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കെ. നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് എത്ര പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്, പ്രവർത്തികൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ കോപിക്കരുത്. കോപിക്കുമ്പം മറ്റുള്ളവന് സങ്കടം വരുത്തില്ലേ? അല്ലേ? നിങ്ങൾക്ക് ഇരുട്ടൊഴുക്ക കോപമില്ലേ? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കോപമില്ലേ? അപ്പം നിങ്ങൾ ധർമ്മമാർഗത്തിൽ നിന്ന് മാറി. നിങ്ങൾ ഒരാളോട് കോപിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തായിരിക്കും ന്യായം, അന്യായമായിട്ടാണ് അയാൾ വരുന്നത്. പക്ഷേ നിങ്ങൾ പ്രകോപിതനാകരുത്. ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധൻ്റെ മുഖത്ത് തുപ്പിയിട്ട് ബുദ്ധൻ എന്ത് ചെയ്തു? തുടച്ചുകൊണ്ടങ്ങിരുന്നു. അത്രയേ ഉള്ളൂ. അതിന് മുജ്ജന്മത്തൊരു കാരണം കാണും എന്ന് വിചാരിച്ചു. ബുദ്ധനെ തടഞ്ഞു നിർത്തി ആക്ഷേപിച്ചില്ലേ? നിങ്ങൾക്ക് നല്ല ആരോഗ്യമില്ലേ, പോയി ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, എനിക്കിപ്പോൾ പോയിട്ട് ഇച്ചിരി തിരക്കുണ്ട്, നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പം നിന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ബുദ്ധനൊന്നും അല്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പലപ്പോഴും വാക്കുകൾ കൊണ്ട് പലരെയും കുത്തി നോവിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ എത്ര പേരെക്കുറിച്ച് കുറ്റം പറയും? ആലോചിച്ച് നോക്കെ. അവൾ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ഞാൻ കണ്ടതാടേ. ഇത് ധർമ്മമാർഗമല്ല. ആരെക്കുറിച്ചും കുറ്റം പറയരുത്, ഒരു മനുഷ്യരെ കുറിച്ചും. അങ്ങനെ പറയാൻ നിങ്ങളാര്? നിങ്ങൾ ഒരു കുറ്റവും കുറവും ഇല്ലാത്ത ഒരാളോ? അപ്പം അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. അപ്പം നിങ്ങൾ ധർമ്മമാർഗത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? മാറി നടക്കുകയാണ്. അപ്പം ആലോചിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്, പ്രവർത്തികൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചും കുറ്റം പറയരുത്, ഒരാളോട് കോപിക്കരുത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്. പക്ഷേ നിങ്ങളോ കോഴിക്കാല് കടിച്ചു പഠിച്ച് തിന്നത്തില്ലേ? അല്ലേ? അതൊരു ജീവിയെ വേദനിപ്പിച്ചിട്ടല്ലേ? നിങ്ങൾ തീന്മേശയിലിരുന്ന് നിങ്ങൾ എപ്പോഴും പറയുമല്ലോ, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല ഭഗവാനെ. കോഴിക്കാല് കടിച്ചു പറിക്കുക, അല്ലെങ്കിൽ മട്ടൻ്റെ എല്ല് ഊറിയെടുത്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളൊരു കോഴിയിറച്ചി തിന്നുമ്പോൾ ആലോചിക്കുക, നിങ്ങൾക്ക് വേണ്ടി ആ കോഴി ജീവൻ പടഞ്ഞു മരിച്ചു. നിങ്ങൾ ധർമ്മമാർഗത്തിലല്ല. നിങ്ങൾ മീൻ തിന്നുമ്പം വിചാരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സ്യം പെടഞ്ഞു മരിച്ചു. നിങ്ങൾ ധർമ്മമാർഗത്തിലല്ല.
അപ്പോൾ നമ്മൾ ചോദിക്കും സസ്യങ്ങൾ അങ്ങനല്ല. അപ്പം നെല്ലുകൾ അത് വിളഞ്ഞ് അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മാമ്പഴം, വെണ്ടയ്ക്ക പിച്ചി എടുക്കുന്നത്, അപ്പോഴും ആ ചെടി അവിടെ ഉണ്ട്. നമ്മൾ നഖം വെട്ടുന്നത് പോലെയാണ്. നഖം വെട്ടിക്കളയത്തില്ലേ വളർന്നു കഴിയുമ്പം? മുടി വെട്ടിക്കളയത്തില്ലേ? അതിൻ്റെ പേരിൽ നമുക്ക് ആർക്കും ഒരു വേദനയും ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ധർമ്മമാർഗത്തിൽ നിന്ന് മാറി നടക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ധർമ്മമാർഗം അനുഷ്ഠിക്കുന്ന ഒരുത്തരും ദുഃഖിക്കത്തില്ല, ഗ്യാരണ്ടി ആണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇനിയെങ്കിലും നിങ്ങൾ ധർമ്മമാർഗത്തിൽ ജീവിക്കാൻ ശ്രമിക്കൂ. കോപങ്ങൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ പറയുന്നത് നിർത്ത്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്കിപ്പോൾ ഒരു 40 വയസ്സുണ്ടെങ്കിൽ വിചാരിക്കുക, 40 വർഷക്കാലമായിട്ട് കോപിക്കുന്നില്ലേ? 40 വർഷക്കാലമായിട്ട് കുറ്റവും കുറവും പറയുന്നില്ലേ? ഇനി ശേഷിക്കുന്നത് 10 20 വർഷം. ഇനിയെങ്കിലും ആരെയും കുറ്റവും കുറവും പറയാതെ ജീവിക്കാം, ഇനിയെങ്കിലും ജീവികളെ കൊന്നു തിന്നാതെ ജീവിക്കാം എന്നൊന്ന് കരുതിക്കൂടെ? അങ്ങനെയെങ്കിൽ ഏതാപത്തിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കും. നിങ്ങൾ ധർമ്മമാർഗത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ദൈവം നിങ്ങൾ ആരെ ആരാധിക്കുന്നു ആ രൂപം, ക്രിസ്ത്യനാണെങ്കിൽ അങ്ങനെ, മുസ്ലിം ആണെങ്കിൽ അങ്ങനെ. ഇവിടെ ധർമ്മമാണ് ദൈവം. ഇപ്പം ഞാനൊരു കാര്യം പറയാം. BC 2-ാം നൂറ്റാണ്ട്, BC 2-ാം നൂറ്റാണ്ടിൽ ബാബിലോൺ എന്ന് പറയുന്ന ദേശം അത് പേർഷ്യയുടെ ആധിപത്യത്തിലാണ്. അവിടെ ജൂതന്മാർ അടിമകളാണ്. അപ്പം അവിടുത്തെ ചക്രവർത്തിയായിരുന്ന ദാരിയസിന് ഒരു ജൂതനോട് ഭയങ്കര സ്നേഹമാണ്. കാരണം അയാൾ ധർമ്മമാർഗത്തിൽ എപ്പോഴും നടക്കുന്നവനാണ്. അതുകൊണ്ട് ബാബിലോണിൽ നിന്നും ജൂതനായ ദാനിയേലിനെ കൊണ്ടുവന്ന് രാജസദസ്സിൽ ഒരു നല്ല സ്ഥാനം കൊടുത്ത് അദ്ദേഹം പറയുന്നതെല്ലാം മറ്റുള്ളവർ കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഇരുന്ന ബാക്കിയുള്ളവർക്ക് പിടിച്ചില്ല. അവരെങ്ങനെയെങ്കിലും ഈ ദാനിയേലിനെ പുകയ്ക്കണം. പക്ഷേ ദാനിയേലിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ദാനിയേൽ ധർമ്മമാർഗത്തിലേ സഞ്ചരിക്കൂ, ആരെയും കുറ്റം പറയില്ല, ആരോടും കോപിക്കില്ല, ആരെയും വേദനിപ്പിക്കില്ല. പക്ഷേ രാജസദസ്സിലെ മറ്റുള്ളവർ ദാനിയേലിനെ ഇല്ലാതാക്കാൻ ഒരു പണി ചെയ്തു. അവിടെ ഒരു വിശേഷ ദിവസം വന്നപ്പോൾ അവർ പറഞ്ഞു, അന്നത്തെ ദിവസം ഒരു കാര്യമുണ്ട്, എല്ലാവരും അവരവർ വിശ്വസിക്കുന്ന ഈശ്വരനെ പൂജിക്കരുത്, പകരം രാജാവായ ദാരിയസിനെ പൂജിക്കണം. അങ്ങനെ പൂജിക്കാത്തവർക്ക് വധശിക്ഷ. ദാനിയേൽ ഒരു ജൂതനാണ്. അയാൾക്ക് ഒരിക്കലും രാജാവിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂജിക്കാൻ പറ്റില്ല. അയാൾ പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ എനിക്ക് പറ്റത്തുള്ളൂ. ഇയാൾ അന്നത്തെ ദിവസം പൂജിച്ചില്ല. ബാക്കി ജനങ്ങൾ പേടിച്ച് രാജാവിനെ പൂജിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, രാജാവേ ഇവൻ പൂജിച്ചില്ല, ഇവനെ വധിക്കണം. അപ്പോൾ രാജാവിന് ദാനിയേലിനെ ഇഷ്ടമാണ്, പക്ഷെ ഒരു നിയമം അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അന്നത്തെ കാലത്തെ നിയമം അനുസരിച്ച് സിംഹങ്ങളുടെ കൂട്ടി കൊണ്ടിട്ട് കൊടുക്കും. അങ്ങനെ ഈ ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിലിട്ടു. അപ്പോൾ രാജാവ് വിചാരിച്ചു, ഭഗവാനെ, അവൻ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നടക്കുന്നവനാണ്, അവനെ രക്ഷിക്കണേ എന്ന് അദ്ദേഹം മനമുരുകി പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം സിംഹക്കൂടിൻ്റെ അടുത്ത് വന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പോയി. അദ്ദേഹം വിചാരിച്ചത് സിംഹം കടിച്ചു കീറി എല്ലും തോലും മാത്രമായി കിടക്കുമെന്ന. നോക്കിയപ്പം ദാനിയേൽ സ്വസ്ഥമായിട്ട് ഒരിടത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വന്ന് നമിച്ചുകൊണ്ട് സിംഹങ്ങൾ കിടക്കുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, ദാനിയേൽ ഇതെന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ രക്ഷിക്കാൻ വേണ്ടി 2 മാലാഖമാരെ വിട്ടു. അവർ സിംഹങ്ങളെ ശാന്തരാക്കി. അവർ പറഞ്ഞു, ഞാൻ ധർമ്മത്തിൻ്റെ മാർഗത്തിലാണെന്ന്. അപ്പോൾ രാജാവ് ഉപജാപം നടത്തി അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ നോക്കൂ, ദാനിയേലിനെ അവൻ്റെ ദൈവം രക്ഷിച്ചു, ഇനി നിങ്ങളുടെ ദൈവം രക്ഷിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ എന്നെയല്ലേ ദൈവം എന്ന് പറഞ്ഞത്? എടുത്ത് സിംഹത്തിൻ്റെ കൂട്ടിലിട്ടു. ചെന്ന് വീഴുന്നതിന് മുമ്പ് സിംഹം കടിച്ചു കീറിക്കൊന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചാൽ നിങ്ങൾ സങ്കടപ്പെടത്തില്ല, ദുഃഖിക്കത്തില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കണം. അപ്പോൾ ഭട്ടതിരിപ്പാട് പറഞ്ഞു, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുത്തന് മാത്രമേ ഭഗവാന്റെ പരമാനന്ദ രൂപം ആസ്വദിക്കാൻ കഴിയൂ. ഇനി നമുക്ക് അവസാനത്തെ വരിയിലേക്ക് കിടക്കാം. അപ്പം നമുക്കിനി അവസാനത്തെ വരിയിലേക്ക് കിടക്കാം. നോക്കണേ, നേത്രൈ കണ്ണുകൾ കൊണ്ടും, ശ്രോത്രൈ ചെവികൾ കൊണ്ടും, പീത്വ പാനം ചെയ്തിട്ട്, കോരിക്കുടിച്ചിട്ട്, പരമരസ പരമാനന്ദമാകുന്ന
സുധാംബോധി, സുധ അമൃത്, അംബോധി സമുദ്രം, അമൃതമാകുന്ന സമുദ്രത്തിൻ്റെ പൂരേ തിരകളിൽ. അപ്പോൾ പരമരസ സുധാംബോധി പൂരേ, പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിനകത്ത് മുങ്ങിക്കുളിച്ചിട്ട് രമേരൻ ആഹ്ലാദിക്കുന്നു. അതായത് ശരിക്കും ഭഗവാന്റെ രൂപം നമുക്ക് കണ്ണുകൊണ്ട് കാണുകയും ഭഗവാന്റെ കഥകൾ നമുക്ക് കാതുകൊണ്ട് കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിൽ നമുക്ക് ആനന്ദത്തിൽ നീരാടാൻ കഴിയുന്നു. അതുകൊണ്ട് ഭഗവാനെ, വാതരോഗം വരുന്നതിന് മുമ്പുള്ള എൻ്റെ അഭിപ്രായം തെറ്റായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു ഈ സൃഷ്ടി വേണ്ടായിരുന്നു, കാരണം സംസാര ദുഃഖത്തിൽപ്പെട്ട് വലയുന്നു. പക്ഷേ സൃഷ്ടി നടത്തിയത് നന്നായെന്നെനിക്ക് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ആ ബ്രഹ്മത്തെ ഒരു രൂപമായി കാണുന്നതിനും അങ്ങയുടെ ബാലഗോപാല വിഗ്രഹം ഗുരുവായൂർ അമ്പലത്തിൽ കണ്ട് പരമാനന്ദമടയുന്നതിനും ഞങ്ങൾക്കൊക്കെ സാധിച്ചതും ഈ ഭട്ടതിരിപ്പാടും നമ്മളുമൊക്കെ ജന്മമെടുത്ത് ആ ബ്രഹ്മത്തിൻ്റെ ശക്തി എന്താണെന്നറിയാൻ ഇടയാക്കിയല്ലോ. പിന്നെ സംസാര ദുഃഖം, അത് കാമം, ക്രോധം, മോഹം, ഇവ മനുഷ്യനെ ഭരിക്കുന്നു. ഇത് മൂന്നും മനസ്സിലുള്ളത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഭഗവാൻ സൃഷ്ടി നടത്തിയത് കൊണ്ടല്ല നമുക്ക് ദുഃഖം ഉണ്ടായത്. നമ്മളായിട്ട് കാമവും ക്രോധവും മോഹവും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? നമുക്ക് ആ ദുഃഖമുണ്ടാകുന്നതും ഗുരുവായൂരപ്പൻ തരുന്ന പരമാനന്ദത്തിൽ ലയിച്ചു ചേരാൻ നമുക്ക് എന്താണ് കഴിയാത്തതും. അതിൽ ഏറ്റവും പ്രധാനമാണ് കാമം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കുന്നത്, സംസാരത്തിലേക്ക് പിടിച്ചു വലിക്കുന്നത് കാമമാണ്. അപ്പം അതുകൊണ്ട് സംസാര ദുഃഖമെന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്നാണ് ആര് പറയുന്നത്? ഭട്ടതിരിപ്പാട് പറയുന്നത്. ഭട്ടതിരിപ്പാട് പറയുന്നത് കാമം, ക്രോധം, ലോഭത്തിൽ കുടുങ്ങിയവനാണ് ഏതുണ്ടാകുന്നത്? സംസാര ദുഃഖം. അല്ലാത്തവൻ ഒരു ദുഃഖവുമില്ല. അവൻ എപ്പോഴും ഭഗവാന്റെ പരമാനന്ദ രൂപം കണ്ട് ആനന്ദിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു തരാം നമ്മുടെ സൂർദാസിൻ്റെ കഥ അല്ലേ. സൂർദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാമുകയുണ്ടായിരുന്നു, ഭയങ്കര പ്രണയമായിരുന്നു. അപ്പോൾ നമ്മുടെ വില്ലുമംഗലത്തിൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ ഈ കാമുകി ചോദിച്ചു, ഇതിൻ്റെ പകുതി നിങ്ങൾ ദൈവത്തോട് കാണിച്ചിരുന്നു എങ്കിൽ, കണ്ട ആ കാമം വരുന്ന മാറ്റം വരുന്ന കണ്ടോ, നിങ്ങൾ ദൈവത്തോട് കാണിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്നെ ഭഗവത്പദം പോകാൻ പറ്റുമായിരുന്നു. വില്ലുമംഗലം സ്വാമിയാർക്കും ഇങ്ങനെ വന്ന്. അപ്പോൾ സൂർദാസ് എന്ത് ചെയ്തു? തൻ്റെ പ്രണയിനിയെ വിട്ടു. അങ്ങനെ പ്രണയിനിയെ വിട്ടിട്ട് കൃഷ്ണഭക്തിയിൽ അങ്ങനെ ആറാടി വനത്തിലും കടൽ തീരത്തും കാശിയിലും കേദാറിലും ഒക്കെ അലഞ്ഞു നടന്നു. അങ്ങനെ അലഞ്ഞു നടന്ന് വൃന്ദാവനത്തിലെത്തി. വൃന്ദാവനത്തിലെ രാധയെയും രാധയുടെ കൃഷ്ണനെയും തേടി മധുരയും ദ്വാരകയിലും എല്ലാം ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ ഈശ്വരനെ തേടി ചതുർധാമുകളിലും, മനസ്സിലായില്ലേ, ഈശ്വരനെ തേടി 4 ധാമുകളിലും 108 തീർത്ഥ സ്നാനങ്ങളിലുമൊക്കെ ഇങ്ങനെ അലയുകയാണ് സൂർദാസ്. അങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സൂർദാസ് ഒരു പുണ്യ നദിയുടെ തീരത്തെത്തി. അപ്പോൾ കാണാം അനേകം സുന്ദരിമാരായിട്ടുള്ള കന്യകമാർ, അതിസുന്ദരിമാരായ കന്യകമാർ അവിടെ നിന്ന് കുടത്തിൽ വെള്ളമെടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. അതിനകത്ത് ഒരു സ്ത്രീയിൽ സൂർദാസിൻ്റെ കണ്ണുകൾ ഉടക്കി. എന്തൊരു സൗന്ദര്യം, കടഞ്ഞെടുത്ത ശരീരം. സൂർദാസിൻ്റെ ഉള്ളിൽ വീണ്ടും കാമം വരാൻ തുടങ്ങി, ആകെ അസ്വസ്ഥമായി തുടങ്ങി. അതുവരെ സന്തോഷിച്ചു നിന്നിരുന്ന സൂർദാസാണ് കാമം വന്നതോടുകൂടി ആകപ്പാടെ അസ്വസ്ഥനായി. ആ പെൺകുട്ടി കുടത്തിൽ വെള്ളവും എടുത്തുകൊണ്ടുപോയി. സൂർദാസ് അവളെ പിന്തുടർന്നു. കണ്ണുകൾ കൊണ്ട് അവളുടെ സൗന്ദര്യം കോരി കുടിക്കുകയാണ് സൂർദാസ്. പക്ഷേ അതേ സമയത്ത് സൂർദാസിന് എന്തുണ്ട്? വിഷമവും ഉണ്ട്. താൻ എന്താണ് ഈ ചെയ്യുന്നത്? അങ്ങനെ ഈ സൂർദാസും ഈ പെണ്ണിനെ പിന്തുടർന്നു. പെണ്ണ് തൻ്റെ വീട്ടിലെത്തി. കുടവും വെള്ളവുമായിട്ട് അതിനകത്തേക്ക് കടന്നു ചെന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഒരു മഹാനുഭാവൻ എന്നെ പിന്തുടർന്നു വരുന്നു. അപ്പോൾ ഭർത്താവ് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നിട്ട് സൂർദാസിനെ നമിച്ചിട്ട് പറഞ്ഞു, മഹാത്മാവേ, ഞങ്ങളെ ധന്യരാക്കിയാലും അങ്ങ് എന്തിനാണ് വന്നത്?
പക്ഷെ സൂർദാസ് ആ വാക്ക് കേൾക്കുന്നില്ല. സൂർദാസ് പറഞ്ഞു, ഇപ്പോൾ ഒരു കുടവും വെള്ളവുമായിട്ട് അകത്തോട്ടൊരു സ്ത്രീ കയറിപ്പോയല്ലോ, അതാരാണെന്ന് പറയാമോ? അപ്പോൾ അയാൾ പറഞ്ഞു, അതെൻ്റെ ഭാര്യയാണ്, അവരെ ഒന്ന് വിളിക്കാമോ? അപ്പോൾ പറഞ്ഞു, പിന്നെന്താ? ഉടനെ ആ ഭാര്യ വന്നു. സൂർദാസ് അവരുടെ സൗന്ദര്യം കണ്ണുകൊണ്ടങ്ങ് കോരി കുടിക്കുകയാണ്. എന്തൊരു കാമാസക്തി തോന്നിക്കുന്ന ശരീരം! ആ സമയത്ത് അയാൾ ചോദിച്ചു, മഹാത്മാവേ, ഞങ്ങൾ രണ്ടും അങ്ങയെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സൂർദാസ് ആലോചിക്കുകയാണ്, ഈ പെൺകുട്ടിയെ കാണുന്നതിന് മുമ്പ്, തന്നിൽ കാമം ഉണ്ടാകുന്നതിന് മുമ്പ് തനിക്ക് എന്തുണ്ടായിരുന്നു? എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരാഹ്ലാദമായിരുന്നു! കാമം വന്നതോടുകൂടി ഞാൻ സംസാര ദുഃഖത്തിൽ പെട്ടു തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 2 സൂചി കൊണ്ടുവരുമോ? ആ പെൺകുട്ടി അകത്ത് പോയി 2-3 മൊട്ട് സൂചിയും 3-4 ഇരുമ്പാണിയും കൊണ്ടുവന്നു. അദ്ദേഹം അതിൽ നിന്ന് ഒരു 2 ആണി തിരഞ്ഞെടുത്തിട്ട് അവരുടെ മുന്നിൽ വെച്ച് തൻ്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഓ പാപിയായ എൻ്റെ കണ്ണുകളെ, ഇനി ഒരിക്കലും ഈ ഭൂമിയിലെ വ്യാജ സൗന്ദര്യം, അതാണ് ആലോചിക്കേണ്ടത്, ഈ ഭൂമിയിലെ വ്യാജ സൗന്ദര്യം അത് കണ്ടിട്ട് എൻ്റെ മനസ്സിളകാനും മോഹിതനാകാനും അങ്ങനെ ഈശ്വരനെ മറന്ന് സംസാര ദുഃഖത്തിൽ പെടാനും ഇടയാകാതിരിക്കട്ടെ. അതിനുവേണ്ടി ഞാനിതാ എൻ്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ചിരിക്കുന്നു. മനസ്സിലായ? അപ്പൊ സംസാര ദുഃഖം ഉണ്ടാകുന്നത് ഈ ഭൂമിയിൽ കാണുന്ന സൗന്ദര്യം വ്യാജമാണ്. അതറിയാതെ ഇതാണ് യഥാർത്ഥമെന്ന് കരുതി സ്ത്രീയുടെ പിന്നാലെ പോവുക, സ്ത്രീ പുരുഷന്റെ പിന്നാലെ പോവുക. ഇവിടുന്നാണ് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കാമുകൻ പ്രണയിക്കുന്നില്ല, കളഞ്ഞിട്ട് പോയി, ഭർത്താവ് കളഞ്ഞിട്ട് പോയി, ഇത്തരം ദുഃഖം. അപ്പൊ സൂർദാസ് തൻ്റെ 2 കണ്ണുകളും പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ പിന്നെ ഈ ഭൂമിയുടെ വ്യാജ സൗന്ദര്യത്തിൽ മുഴുകില്ല. അങ്ങനെ സൂർദാസ് ഈശ്വര ഭക്തിയിൽ മുഴുകി. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ കാമത്തെ ജയിച്ചു കഴിഞ്ഞതോടുകൂടി സൂർദാസ് പിന്നെ കൃഷ്ണഗീതികൾ എഴുതാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ കൃഷ്ണഭക്തികൾ എഴുതിയ ആളാണ് ആരെന്ന് പറയുന്നത്? സൂർദാസ്. സൂർദാസിന്റെ കൃഷ്ണഗീതികൾ പ്രസിദ്ധമാണ്. അന്ധഗായകനാണ് സൂർദാസ്. അതുപോലെ നിങ്ങൾ കണ്ണൊന്നും കുത്തിപ്പൊട്ടിക്കണ്ട, നിങ്ങൾ കല്യാണവും കഴിച്ചോ, പ്രണയിച്ചോ, പക്ഷേ അതല്ല ശാശ്വതം. അതൊക്കെ താൽക്കാലികമാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരാളങ്ങ് മരിച്ചു പോകും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകും. പൊയ്ക്കഴിഞ്ഞാൽ പിന്നുള്ള യാത്രയിൽ ഈ കാമുകിയും ഇല്ല, കാമുകനും ഇല്ല. നമുക്ക് എപ്പോഴും ഉള്ളത് ആര് മാത്രമാണ്? ഭഗവാനാണ്. ഇപ്പം നിങ്ങൾ മരിച്ചു കഴിഞ്ഞു, അപ്പം നിങ്ങളുടെ ഭർത്താവ് കൂടെ വരില്ല, നിങ്ങളുടെ മക്കൾ കൂടെ വരില്ല, കാമുകി കൂടെ വരില്ല, കാമുകൻ കൂടെ വരില്ല. അവിടെ നിങ്ങളുടെ കൂടെ ആര് മാത്രമേ വരുത്തുള്ളൂ? ഭഗവാൻ മാത്രമേ വരുത്തുള്ളൂ എന്ന് തിരിച്ചറിയുക. ഈ അറിവുമായിട്ട് ഭഗവാനെ ഞാൻ തിരിച്ചറിയുന്നു, നീ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് കല്യാണമൊക്കെ കഴിച്ചോ, പ്രണയിച്ചോ, പക്ഷെ അതാണ് സത്യമെന്ന് കരുതാതെ അതൊക്കെ ഒരു ഘട്ടം വരുമ്പം തീരും എന്നർത്ഥത്തിൽ നിങ്ങൾ പ്രണയിച്ചോ, കുടുംബജീവിതം നയിച്ചോ, മക്കളെ സ്നേഹിച്ചോ, എന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ല്. ഈ ഒരു മനസ്ഥിതി ചെന്ന് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ പരമാനന്ദ രൂപം കാണാം എന്ന് മാത്രമാണോ? 2 ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് 1 ഏകാദശി, 2 ഗുരുവായൂർ ഏകാദശി, 2 ഭഗവാന്റെ ജന്മദിനം. ആ ജന്മദിനത്തിന് ഭഗവാനെ കാണാനായി രാധാറാണി വരും. രാധാറാണി അവിടെ ഇരുന്ന് അഷ്ടപതി പാടും. ഗുരുവായൂരപ്പൻ ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് ആ രാധാറാണിയുടെ അഷ്ടപതി ആസ്വദിക്കും. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസം പറ്റുമെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക. പിന്നെ രാധാറാണിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ രാധാറാണി വരാറുണ്ട് ഭഗവാനെ കാണാനായിട്ട്. അതല്ലേ ഗുരുവായൂർ അമ്പലത്തിന് ഇത്ര ശക്തി. ഇത് അപ്പം നിങ്ങളിത് മനസ്സിലാക്കുക. ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ അവിടെ ചിലപ്പോൾ ഇരിക്കുന്ന പെൺകൊടികളിൽ ഒരാൾ രാധാറാണി ആയിരിക്കാം. ഇത് മനസ്സിലാക്കിയിട്ടാണ് കവി രമേശൻ നായർ അതിമനോഹരമായി എഴുതി യേശുദാസ് അത് പാടിയിട്ടുണ്ട്. അതായത് ഗുരുവായൂർ അമ്പലനടയിൽ അദ്ദേഹം തിരുവാക ചാർത്തുമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇരുന്ന് അഷ്ടപതി പാടുന്നു. 17ഉം 18ഉം അധ്യായങ്ങളൊക്കെ ഇങ്ങനെ മറിഞ്ഞ് പോവുകയാണ്. അത് രാധയാണെന്ന് അടിയൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത്?
ഗുരുവായൂരമ്പല നടയിൽ തിരുവാകച്ചാർത്തും കണ്ട് വഴിനീളെ കണ്ണും നട്ടൻ പ്രാണനിരിക്കുമ്പോൾ 17 18 പനിനീരും പൂമൊട്ടായും പല ജന്മം അഷ്ടപതിക്കൊരു നാണം ചേർക്കുമ്പോൾ ആ പെൺകൊടി രാധയാണെന്നടിയനറിഞ്ഞില്ല. ആ പാതുക പുണ്യം ഞാൻ കണ്ടറിഞ്ഞില്ല. കണ്ടോ, ആ പെണ്ണ് അവിടെ ഇരുന്നൊരു അഷ്ടപതി പാടുന്ന പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് രാധയാണെന്ന് അടിയൻ അറിഞ്ഞില്ലല്ലോ. ആ പാതുക പുണ്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇനി കവി ഹൃദയം പൊട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, അതാണ് പ്രധാനം. ആ പെൺകുട്ടി നിന്റെ രാധയാണെന്ന് ഭഗവാനെ നീ എൻ്റെ കാതിലൊന്നും ഒഴിഞ്ഞില്ല, പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അനുരാഗ രഹസ്യം എൻ്റെ കണ്ണിൽ എഴുതിയില്ല. എഴുതി തന്നെങ്കിൽ എനിക്കത് രാധാറാണിയാണെന്ന് കാണാമായിരുന്നല്ലോ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയുടെ പാദങ്ങളിൽ, രാധയുടെ പാദങ്ങളിൽ വീണ് തൊഴുതു മരിച്ച്, അല്ലയോ ശൃംഗാരമൂർത്തി, ഗുരുവായൂർ നടയിൽ വീണ്ടും ജനിച്ച് അങ്ങയെ പൂജിക്കാൻ ആ പൂജാരിയായ അവസരം എനിക്ക് കിട്ടുമായിരുന്നല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, അവളോ നിൻരാധയൻ കാതിൽ മൊഴിഞ്ഞില്ല, അനുരാഗരഹസ്യം നീയൻ കണ്ണിലും എഴുതിയില്ല. ഉണ്ടോ, കവി പറയുന്നുണ്ട, അവളോ നിൻരാധ നീയൻ കാതിൽ മൊഴിഞ്ഞില്ല, അനുരാഗരഹസ്യം നീയൻ കണ്ണിലും എഴുതിയില്ല. അങ്ങനെയാണേൽ ഞാൻ ആ പാദം തൊഴുതു മരിച്ചേനേ, ശൃംഗാരപ്പൊരുളെ നിൻ തിരുനടയിൽ ജനിച്ചേനേ. അങ്ങനെയാണേൽ ഞാൻ ആ പാദം തൊഴുതു മരിച്ചേനേ, ശൃംഗാരപ്പൊരുളെ നിൻ തിരുനടയിൽ ജനിച്ചേനേ. കവി പറഞ്ഞത് കൊണ്ടോ, അനുരാഗരഹസ്യം നീ എന്നോട് പറഞ്ഞില്ല, എൻ്റെ കണ്ണുകളിൽ രാധയെ കാണാനുള്ള കാഴ്ച തന്നില്ല. അങ്ങനെ തന്നിരുന്നെങ്കിൽ ഭഗവാനെ ആ പാദങ്ങളിൽ, രാധാറാണിയുടെ പാദങ്ങളിൽ നമിച്ച് അവിടെ കിടന്ന് ഞാൻ മരിച്ചേനെ. അതേ, നിങ്ങൾ പറയൂ, ചുമ്മാതെ അച്ഛൻ അമ്മ ഭാര്യ മക്കളെന്ന് പറഞ്ഞിരുന്നാൽ മതിയാ? ഗുരുവായൂർ അമ്പലത്തിൽ വാ, അവിടെ രാധാറാണിയുണ്ട്, അവിടെ രാധാറാണിയുണ്ട്. രാധാറാണി അഷ്ടപതി പാടും, ഭഗവാൻ ശ്രീലകത്ത് നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ആ പാദങ്ങളിൽ നമസ്കരിച്ചു മരിക്കണ്ടേ? എനിക്ക് മരിക്കണം. അതുകൊണ്ടാണ് ആ കവി പറഞ്ഞത്, അങ്ങനെയാണേൽ ഞാൻ ആ പാദം തൊഴുതു മരിച്ചേനേ, അങ്ങനെയാണേൽ ഞാൻ ആ പാദം തൊഴുതു മരിച്ചേനേ, അങ്ങനെയാണേൽ ഞാൻ ആ പാദം തൊഴുതു മരിച്ചേനേ. അമ്മേ രാധാറാണി അമ്മേ, ഗുരുവായൂരമ്പലത്തിൻ്റെ തിരുനടയിലിരിക്കുന്ന എൻ്റെ പൊന്നു മാതാവേ, അവിടുത്തെ കാണാൻ, അവിടുത്തെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് അവസരം തരണേ. ആ പാദങ്ങളിൽ വീണ് തൊഴുതു മരിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. അവളോ നിൻരാധ നീയൻ കാതിൽ മൊഴിഞ്ഞില്ല, അനുരാഗരഹസ്യം നീയൻ കണ്ണിലും എഴുതിയില്ല. അങ്ങനെയാണേൽ ഞാൻ ആ പാദം തൊഴുതു മരിച്ചേനേ, അങ്ങനെയാണേൽ ഞാൻ ആ പാദം തൊഴുതു മരിച്ചേനേ, അങ്ങനെയാണേൽ ഞാൻ ആ പാദം തൊഴുതു മരിച്ചേനേ. രാധാറാണി അമ്മേ, അങ്ങനെയാണേൽ ഞാൻ ആ പാദം തൊഴുതു മരിച്ചേനേ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.